പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്നേ ദിവസം പഠിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിലെ 5ാമത്തെ ക്ലാസ്സിലെ ഗവർണർ ജനറൽമാരുടെ 2ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗവർണർ ജനറൽമാരെ പഠിച്ചു തുടങ്ങിയിരുന്നു. ആദ്യ ക്ലാസ്സിൽ ഏകദേശം 13 വർഷക്കാലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ സേവനം ചെയ്ത വാറൻ ഹേസ്റ്റിങ്സും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത പ്രധാന പ്രവൃത്തികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെയും നമ്മൾ പഠിച്ചുറപ്പിച്ചിരുന്നു അല്ലെ. അതൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് തുടർന്ന്, അതായത് വാറൻ ഹേസ്റ്റിങ്സിന് ശേഷം അധികാരത്തിൽ വന്ന ഗവർണർമാരെ കുറിച്ച്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? 1785 വാറൻ ഹേസ്റ്റിങ്സ് ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാവുകയും ഗവർണർ ജനറൽ എന്ന സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഈ വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത് പ്രഭു കുടുംബാംഗം അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം നമ്മൾ പ്രഭു അല്ലെങ്കിൽ ലോർഡ് എന്ന് ചേർക്കുമോ? ഒരിക്കലുമില്ല, അല്ലെ? യെസ്. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇനി മുതൽ അങ്ങോട്ട് പഠിക്കുന്ന എല്ലാ ഗവർണർ ജനറൽമാരുടെ ഫ്രണ്ടിലും എന്ത് ചേർക്കും? പ്രഭു എന്ന് ചേർക്കും. ലോർഡ് എന്ന വാക്ക് ഉപയോഗിക്കും. കാരണം പ്രഭു കുടുംബാംഗമായി ഇന്ത്യയിൽ സേവനം ചെയ്ത ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കോൺവാലിസ് പ്രഭു ആയിരുന്നു. കോൺവാലിസ് പ്രഭുവിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ബ്രിട്ടീഷ് കോളനിവൽക്കരണ കാലഘട്ടത്തെ യുദ്ധങ്ങൾ പഠിപ്പിച്ചപ്പോൾ, അല്ലെ? കോൺവാലിസ് പ്രഭു അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് ഏറ്റുമുട്ടുകയും പരാജയം രുചിച്ചറിയുകയും ചെയ്ത വ്യക്തിയാണ് കോൺവാലിസ്. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരിക. അപ്പൊ PSC ചോദിച്ചിട്ടുണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റുമുട്ടുകയും തുടർന്ന് ഇന്ത്യയിൽ സേവനം ചെയ്യുകയും ചെയ്ത ബ്രിട്ടീഷ് ഭരണാധികാരി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു. പരിശോധിച്ചാലോ കോൺവാലിസ് പ്രഭുവിനെ കുറിച്ച്? യെസ്, കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭു 2 തവണ ഇന്ത്യയില് ഗവർണർ ജനറൽ ആയി നിയമിക്കപ്പെട്ടു. ഒന്ന് 1786 മുതൽ 1793 വരെ. അത് കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോയി. തുടർന്ന് 1805 വീണ്ടും ഇന്ത്യയിൽ നിയമിക്കപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്യാം, 1805 ഇവിടെ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ 2 തവണ ഇന്ത്യയിലെ ഗവർണർ ജനറലായി നിയമിക്കപ്പെട്ട ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭു. ഓക്കെ, അപ്പൊ കോൺവാലിസ് പ്രഭു 1786 മുതൽ 93 വരെ സേവനം ചെയ്ത് തുടർന്ന് 1805 ഗവർണർ ജനറലായ ആദ്യത്തെ ബ്രിട്ടീഷ് പ്രഭു കുടുംബാംഗമാണ് കോൺവാലിസ് പ്രഭു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ ഒരു സ്ഥലത്തും പ്രഭു അല്ലെങ്കിൽ ലോർഡ് എന്ന വാക്ക് കൂട്ടിച്ചേർത്തില്ല. കാരണം അദ്ദേഹം പ്രഭു കുടുംബാംഗമല്ല. ഓക്കെ, ഇവിടെ ഗവർണർ ജനറലായ ആദ്യത്തെ ബ്രിട്ടീഷ് പ്രഭു കുടുംബാംഗം എന്ന് പറയുന്നത് കോൺവാലിസ് പ്രഭുവാണ്. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർപെടുത്തി. റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർപെടുത്തി. ഈ റവന്യൂ ഭരണം എന്ന് പറയുന്നത് എന്താണ്? നികുതി ഭരണമാണ്. നികുതി വ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും വേർപെടുത്തി. ഈ കാര്യം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടത് ഓർമ്മയുണ്ടാവും? തീർച്ചയായിട്ടും, അല്ലെ? നമ്മുടെ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളവിടെ പറഞ്ഞു, ബംഗാളിൽ ആദ്യമായി ദ്വിഭരണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. എന്താണ് ഈ ദ്വിഭരണം എന്ന് പറഞ്ഞാൽ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ നികുതി പിരിവിനുള്ള പ്രത്യേക വിഭാഗമായിട്ടും നികുതി നൽകിയില്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യാൻ എന്ത് ചെയ്തു? നീതിന്യായ വിഭാഗം എന്ന പ്രത്യേക വിഭാഗം രൂപീകരിച്ചു. 2 തരത്തിലുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തിന് തുടക്കം കുറിച്ചു, അല്ലെ? തുടർന്ന് 1772 ബംഗാളിന്റെ ഗവർണറായ വാറൻ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്തു? ആ ദ്വിഭരണം ഒഴിവാക്കി അല്ലെങ്കിൽ റദ്ദാക്കി. അഥവാ നികുതി ഭരണവും നീതിന്യായ ഭരണവും ഏകീകരിച്ചു എന്ന് നമ്മൾ പഠിച്ചു, ശരിയല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സിന് ശേഷം വരുന്ന കോൺവാലിസ് പ്രഭു എന്ത് ചെയ്തു? നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ചെയ്ത കാര്യത്തെ പഴയപടിയാക്കി മാറ്റി, ദ്വിഭരണം ഏർപ്പെടുത്തി എന്ന് പറയാം. റവന്യൂ ഭരണവും നീതിന്യായ ഭരണവും അല്ലെങ്കിൽ നികുതി പിരിവും നീതിന്യായ സമ്പ്രദായവും വേർപെടുത്തി, അഥവാ ദ്വിഭരണം നടപ്പിലാക്കി. അപ്പോ ബംഗാളിൽ ആദ്യമായി ദ്വിഭരണം നടപ്പിലാക്കിയത് ആരാ? റോബർട്ട് ക്ലൈവ്. ഓക്കെ, ആ ദ്വിഭരണം ഒഴിവാക്കിയത് ആരാ? വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ഒഴിവാക്കിയ ദ്വിഭരണം വീണ്ടും ഏർപ്പെടുത്തിയത് ആരാ? കോൺവാലിസ്. ക്ലിയർ? ഇനി എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്? സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം ഉണ്ടാവൂലേ?
സംശയം ഉണ്ടാകും. അത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ആ ഒരു കാര്യം ചെയ്തത് കൊണ്ടാണ് നമ്മൾ ആ കോൺവാലിസ് പ്രഭുവിനെ എന്തെന്ന് വിളിക്കുക? യെസ്, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് വിളിക്കുക. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് വിളിക്കുക. അപ്പൊ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആധികാരികമായി മനസ്സിലാക്കണം. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ക്രമീകരണമാണ്. പൊതുജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ക്രമീകരണമാണ്. ആ പൊതുജനങ്ങളെ സേവിക്കുവാനുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് സിവിൽ സർവീസ് പരീക്ഷ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പൊ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു ഭരണ സംവിധാനമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തെ പൊതുജന സേവനത്തിന് വേണ്ടിയിട്ട് ക്രമപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് സിവിൽ സർവീസ്. അതിനുവേണ്ടിയുള്ള പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. ഞാനത് എടുത്തു പറയാൻ കാരണം, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. എന്നാൽ സിവിൽ സർവീസിന് മത്സര പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചത്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തുടക്കം കുറിക്കുന്നത് 4ാമത്തെ ചാർട്ടർ നിയമം അനുസരിച്ച് 1853 4ാമത്തെ ചാർട്ടർ നിയമം അനുസരിച്ച് 1854 ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, മനസ്സിലുണ്ടാവണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 2, എന്തുകൊണ്ട് ഇദ്ദേഹം ദ്വിഭരണം ഏർപ്പെടുത്തി എന്ന കാര്യം നമുക്ക് പഠിക്കാം. ഇവിടെ ദ്വിഭരണം എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, റവന്യൂ ഭരണം, നികുതി പിരിവ്. നികുതി പിരിവിന് വേണ്ടിയിട്ട് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ഒരു തസ്തിക സൃഷ്ടിച്ചു അല്ലെ? 1772 കിൻകിനേൽ സമ്പ്രദായം അനുസരിച്ച് വാറൻ ഹേസ്റ്റിങ്സ് ജില്ലാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചിരുന്നു അല്ലെ, നികുതി പിരിവിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥൻ. അപ്പൊ നികുതി പിരിവ് ഇവിടെ നടത്തുന്ന, റവന്യൂ ഭരണം നടത്തുന്ന ആരാണ്? നികുതി പിരിവ് അല്ലെങ്കിൽ റവന്യൂ ഭരണം നടത്തുന്ന ആരാണ്? ജില്ലാ കളക്ടറാണ്. ഓക്കെ, ജില്ലാ കളക്ടറാണ്. ആ ജില്ലാ കളക്ടറിന്റെ ജോലിയും നീതിന്യായ സമ്പ്രദായവും വേർപെടുത്തി എന്ന് നമ്മൾ പറഞ്ഞു. അതുവരെ ജില്ലാ കളക്ടർ എന്തുണ്ടായിരുന്നു? നികുതി പിരിവിനുള്ള അധികാരം ഉണ്ടായിരുന്നു, നീതിന്യായത്തിനുള്ള അധികാരം ഉണ്ടായിരുന്നു. ആരുടെ കാലഘട്ടത്ത്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്ത്. ആ അധികാരം ഇവിടെ വേർപെടുത്തി എന്നാണ് അർത്ഥം. പരിശോധിക്കാം. യെസ്, 1793 കോൺവാലിസ് പ്രഭു ഒരു ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ഇതിനെ നമ്മൾ കോൺവാലിസ് കോഡ് എന്നാണ് വിശേഷിപ്പിക്കുക. ഓക്കെ, ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം രൂപീകരിച്ചു. ആ സംവിധാനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോൺവാലിസ് കോഡ് എന്ന് വിളിക്കും. ഈ കോൺവാലിസ് കോഡിന്റെ ഭാഗമായി 3 ജില്ലാതല തസ്തികകൾ അദ്ദേഹം നിർണയിച്ചു. ജില്ലാതല ഉദ്യോഗസ്ഥ വിഭാഗം അദ്ദേഹം നിശ്ചയിച്ചു. ജില്ലാ കോടതിയെ മുൻസിഫ് കോടതി എന്നിവ ആരംഭിച്ചു. അപ്പോ ഇന്ത്യയിൽ ആദ്യമായി ജില്ലാ കോടതികളും ജില്ലാതലത്തിലെ കോടതികളും ആ ജില്ലാതല കോടതികളുടെ ഉപവിഭാഗമായി മുൻസിഫ് കോടതികളും ആരംഭിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. മുൻസിഫ് കോടതി എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അവിടെ കൃത്യമായി പഠിക്കുന്നതാണ് അല്ലെ. കീഴ്ക്കോടതികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് മുൻസിഫ് കോടതി. ഏറ്റവും താഴ്ന്ന തട്ടിലെ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കോടതിയാണത് മുൻസിഫ് കോടതി. ഏറ്റവും താഴ്ന്ന തട്ടിലെ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ്. ഓക്കെ, വീണ്ടും ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു, ഇന്ത്യയില് ആദ്യ കാലഘട്ടത്ത്, ബ്രിട്ടീഷുകാരുടെ ആദ്യ കാലഘട്ടത്ത് എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? സിവിൽ കോടതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജില്ലാ കോടതി എന്ന് പറയുന്നത് സിവിൽ കോടതിയാണ്. മുൻസിഫ് കോടതി എന്ന് പറയുന്നതും സിവിൽ കോടതിയാണ് കേട്ടോ. സിവിൽ കേസുകളാണ് കൈകാര്യം ചെയ്യുക. അപ്പൊ ക്രിമിനൽ കേസുകളൊന്നും ഇല്ലായിരുന്നോ സാറേ എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും മുൻസിഫ് കോടതിയെ പരിഗണിച്ചിരുന്നത് കേട്ടോ. എന്നാൽ 1860 നമ്മുടെ മെക്കാളെ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ, നമ്മൾ ചുരുക്കി IPC-CP എന്ന് വിളിക്കും. ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ. അതിന് പകരം നിലവില് നമ്മൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ഭാരതീയ ന്യായ സംഹിത ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നതിന് മുമ്പ് വരെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് 1860 മെക്കാളെ പ്രഭു രൂപീകരിച്ച ഇന്ത്യൻ പീനൽ കോഡ് തന്നെയായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ. അപ്പൊ ക്രിമിനൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പീനൽ കോഡ് രൂപീകരിക്കുന്നത് 1860 അത് പ്രാബല്യത്തിൽ വരുന്നത് 1862 പ്രാബല്യത്തിൽ വരുന്ന 1862 ക്ലിയർ. അതുവരെ ഇന്ത്യയിൽ ക്രിമിനൽ കേസുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കോടതികളില്ല. 1862 മുതലാണ്
അതായത് ഇന്ത്യൻ പീനൽ കോഡ് രൂപീകരിച്ചത് 1860. ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരുന്നത് 1862. അന്ന് മുതലാണ് ആരംഭിക്കുക, ക്രിമിനൽ കോടതികൾ രൂപീകരിക്കുക. അതുവരെ എന്തില്ല, ക്രിമിനൽ കോടതികളില്ല എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മുൻസിഫ് കോടതി താഴ്ന്ന തട്ടൽ കോടതിയാണ്. അതിന്റെ ഉപരിഘട്ട കോടതിയാണ് ഇത് ജില്ലാ കോടതി. ഇതിന് PSC മറ്റൊരു തരത്തിലും ചോദിക്കാറുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾക്ക് തുടക്കം കുറിച്ചതാര്? കോൺവാലിസ് പ്രഭു. ഇന്ത്യയിലെ വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾക്ക് തുടക്കം കുറിച്ചതാര്? കോൺവാലിസ് പ്രഭു. അല്ലെങ്കിൽ ചോദിക്കാം, മുൻസിഫ് കോടതി ആരംഭിച്ചതാര്? കോൺവാലിസ്. അല്ലെങ്കിൽ ചോദിക്കാം, ജില്ലാ കോടതി ആരംഭിച്ചതാര്? കോൺവാലിസ്. എന്തിലൂടെ? കോൺവാലിസ് കോഡിലൂടെ. 2, ജില്ലാ പോലീസ് മേധാവിയായി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, SP. SP-യുടെ പൂർണ്ണരൂപം എന്താണ്? സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, അല്ലെ? SP എന്ന തസ്തിക സൃഷ്ടിച്ചു. ജില്ലാ പോലീസ് മേധാവിയായി SP എന്ന തസ്തിക സൃഷ്ടിച്ചു. 3, അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടർക്ക് അധികാരം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടർക്ക് അധികാരം നൽകി. ഓക്കെ. ഇനി ഇത് മൂന്നും ഇന്നത്തെ സാഹചര്യങ്ങളുമായി നിങ്ങൾ ബന്ധിപ്പിച്ച് നോക്കൂ. ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥിതിയുടെ തലവൻ ആരായിരിക്കും? ജില്ലാ കോടതിയാണ്, അല്ലെങ്കിൽ ജില്ലാ കോടതി ജഡ്ജിയാണ്. ഒരു ജില്ലയിലെ പോലീസ് വിഭാഗത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് SP എന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്, അല്ലെ? അടിയന്തര സാഹചര്യങ്ങൾ, അതിപ്പോ ദുരന്തമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ, അടിയന്തര സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? ജില്ലാ കളക്ടർക്കാണ്. ജില്ലാ കളക്ടർ ഒരു ജില്ലയുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടെയാണ്. ശരിയല്ലേ? ഇന്ന് നിലവിലുള്ള സിവിൽ സർവീസ് സംവിധാനം, പൊതുഭരണ സംവിധാനത്തിന് ആദ്യമായി ഒരു കൃത്യമായ ഘടന നിർമ്മിക്കുന്നത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. എന്തിലൂടെ? ഈ കോൺവാലിസ് കോഡിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ സിവിൽ സർവീസിന്റെ പിതാവെന്ന് ആരെ വിളിക്കുക? കോൺവാലിസ് പ്രഭുവിനെ വിളിക്കുക. മനസ്സിലായോ? അപ്പൊ 1793 കോൺവാലിസ് കോഡ് രൂപീകരിച്ചു. കോൺവാലിസ് കോഡിന്റെ ഭാഗമായിട്ട് ജില്ലാ കോടതി, മുൻസിഫ് കോടതി എന്നിവ ആരംഭിച്ചു. ഇതിൽ PSC ഒരിക്കൽ ചോദിച്ചത് എങ്ങനെയാ? വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾക്ക് തുടക്കം കുറിച്ചത് ആര്? കോൺവാലിസ് പ്രഭു. 2, ജില്ലാ പോലീസ് മേധാവിയായി SP അഥവാ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് എന്ന തസ്തിക സൃഷ്ടിച്ചു. 3, അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടർക്ക് കൂടുതൽ അധികാരം നൽകി. ഇവിടെ ജില്ലാ ജഡ്ജി, മുൻസിഫ് ജഡ്ജി, ജില്ലാ പോലീസ് മേധാവി എന്നീ തസ്തികകൾ സൃഷ്ടിക്കുന്നത് ആരാണ്? കോൺവാലിസ് പ്രഭു. കളക്ടർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ അധികാരം നൽകുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ജില്ലാ കളക്ടർ അഥവാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1772 കിൻകെനിയൽ സമ്പ്രദായത്തിന് വേണ്ടി. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? യെസ്. ഓക്കെ. അടുത്ത നമ്മൾ പഠിക്കുന്നു, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് ആര് വിശേഷിപ്പിക്കുന്നുണ്ട്? കോൺവാലിസിന്. എന്തുകൊണ്ട്? 1793 കോൺവാലിസ് കോഡ് രൂപീകരിച്ചത് കൊണ്ട്. കോൺവാലിസ് കോഡ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ. ജില്ലാ കോടതികളും മുൻസിഫ് കോടതികളും ആരംഭിച്ചു. 2, ജില്ലാ പോലീസ് മേധാവിയായി SP എന്ന തസ്തിക സൃഷ്ടിച്ചു. 3, ജില്ലാ കളക്ടർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ അധികാരം നൽകി. ഈ ഘടന, സിവിൽ സർവീസിന്റെ അല്ലെങ്കിൽ ജനസേവനത്തിന് വേണ്ടിയുള്ള ഘടന, ഉദ്യോഗസ്ഥ ഘടന രൂപീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് വിളിക്കുക. 2, ആധുനിക ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ്. ആധുനിക ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെ? കോൺവാലിസ് പ്രഭു തന്നെ. കാരണം എന്താ? ജില്ലാതലത്തിൽ SP എന്ന തസ്തിക സൃഷ്ടിക്കുകയും പോലീസ് സംവിധാനത്തിന് അത്യന്തികമായി തുടക്കം കുറിക്കുകയും ചെയ്തത് ആര് തന്നെ? കോൺവാലിസ് പ്രഭു തന്നെ. ക്ലിയർ ആണ്? യെസ്. ഇനി നമ്മൾ പറയുന്നു, 1793 അദ്ദേഹം ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചു. ഇദ്ദേഹം എവിടുത്തെ ഗവർണർ ജനറലാ? ബംഗാളിന്റെ ഗവർണർ ജനറൽ അല്ലേ? അപ്പൊ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി എവിടത്തെ ആയിരിക്കണം? ബംഗാളിലേതാണ്. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതിക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ നമ്മുടെ കോൺവാലിസ് പ്രഭുവിനെ സഹായിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ എന്ന് പറയുന്നത്. സഹായിച്ച വ്യക്തിയാണ് ആര്? ജോൺ ഷോർ. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് 10 വർഷത്തേക്ക് വേണ്ടിയുള്ള നികുതി കരാറാണ്. 10 വർഷത്തേക്ക് വേണ്ടിയുള്ള നികുതി കരാറാണ്. 10 വർഷത്തേക്കുള്ള നികുതി കരാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 1772 5 വർഷത്തെ നികുതി ഘടനയ്ക്ക് തുടക്കം കുറിച്ചത് നമ്മൾ പഠിച്ചിരുന്നു. അതെന്ത് പേരിൽ അറിയപ്പെടുന്നു? കിൻകെനിയൽ സമ്പ്രദായം, അല്ലെ? കിൻകെനിയൽ സമ്പ്രദായം അനുസരിച്ച് എന്ത് ചെയ്തു? റവന്യൂ ബോർഡ് രൂപീകരിച്ചു, ജില്ലാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു 5 വർഷത്തേക്ക് വേണ്ടിയുള്ള നികുതി കരാറാണെന്ന് പറഞ്ഞു, അല്ലെ? 5 വർഷത്തെ നികുതി ആരാണോ അടയ്ക്കുന്നത്
ആ വ്യക്തിക്ക് സെമീന്ദാർ എന്ന പദവി നൽകും. അല്ലെ? ഇവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 10 വർഷത്തെ നികുതി അടയ്ക്കുന്നത് ആരാണോ അദ്ദേഹത്തിന് സെമീന്ദാർ എന്ന പദവി നൽകും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് കുറച്ച് ദീർഘകാലമല്ലേ 10 വർഷം എന്ന് പറയുമ്പോ? അതെ. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സ്ഥിരമായുള്ളത്, ശാശ്വതമായത്, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പേര് വരിക. പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി. ഇവിടെ നികുതി പിരിക്കുന്ന ആരാ? സെമീന്ദാർമാര് തന്നെയല്ലേ? എത്ര വർഷത്തേക്ക്? 10 വർഷത്തേക്ക്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ അറിയപ്പെട്ടു സെമീന്ദാരീയ സമ്പ്രദായം എന്നും അറിയപ്പെട്ടു. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു? സെമീന്ദാരീയ സമ്പ്രദായം. ക്ലിയർ ആണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഗവർണർ ജനറലാണ് ആര്? നമ്മുടെ കോൺവാലിസ് പ്രഭു. ഏത് വർഷം? 1805. കഴിഞ്ഞു. അപ്പോൾ കോൺവാലിസ് പ്രഭുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ സമ്പൂർണ്ണമായി. അവസാനം പറഞ്ഞത് 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചു. അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ ജോൺ ഷോർ ആയിരുന്നു. പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ബംഗാളിലെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി തന്നെയാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ആണോ? അല്ല, കോൺവാലിസ് പ്രഭു. പദവിയിലിരിക്കെ രാജിവെച്ച ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു. സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ പൂർണ്ണമായിട്ട്? കോൺവാലിസ് പ്രഭു 1786 മുതൽ 1793 വരെയും കൂടാതെ 1805 ഇന്ത്യയിൽ സേവനം ചെയ്തു. ഗവർണർ ജനറലായ ആദ്യത്തെ ബ്രിട്ടീഷ് പ്രഭു കുടുംബാംഗമാണ്. റവന്യൂ ഭരണവും നീതിന്യായ ഭരണവും വേർപെടുത്തി അല്ലെങ്കിൽ ദ്വിഭരണം ഏർപ്പെടുത്തി എന്ന് പറയാം, അല്ലെങ്കിൽ ദ്വിഭരണം ഏർപ്പെടുത്തി എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണ്? അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു 1793 കോൺവാലിസ് കോഡ് രൂപീകരിച്ചു. ജില്ലാ കോടതി, മുനിസിഫ് കോടതി എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു. ജില്ലാ പോലീസ് മേധാവിയായി SP എന്ന തസ്തിക സൃഷ്ടിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടർക്ക് അധികാരം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ജില്ലാ കളക്ടർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി. പക്ഷെ ജില്ലാ കളക്ടർ എന്ന തസ്തികം രൂപീകരിച്ച ആരെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 1772 വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയണം. ഓക്കെ. അപ്പൊ കോൺവാലിസ് കോഡ് രൂപീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ജില്ലാതലത്തിലെ ഒരു ഘടന രൂപീകരിച്ചത് കൊണ്ട് ഇദ്ദേഹത്തെ, കോൺവാലിസ് പ്രഭുവിനെ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നും ആധുനിക ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവെന്നും വിളിക്കുന്നു. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചു. അതിന് സഹായം നൽകിയത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ ജോൺ ഷോർ ആയിരുന്നു. അതായത് നമ്മുടെ കോൺവാലിസ് പ്രഭുവിന്റെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകി ജോൺ ഷോർ ആയിരുന്നു. പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന സെമീന്ദാരി സമ്പ്രദായം എന്നും അറിയപ്പെടുന്നത് 10 വർഷത്തേക്ക് വേണ്ടിയുള്ള നികുതിയായ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതിയാണ്. പദവിയിലേക്ക് അന്തരിച്ച ആദ്യ ഗവർണർ ജനറൽ ആരാണ്? 1805 കോൺവാലിസ് പ്രഭു ആയിരുന്നു. കോൺവാലിസ് പ്രഭുവിന്റെ ആദ്യഘട്ടം ഏതോട്ട് ഏതുവരെയായിരുന്നു? 1786 മുതൽ 1793 വരെയല്ലേ? തുടർന്ന് അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോവാണ്. ആ സമയത്ത് അദ്ദേഹത്തെ സഹായിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനായ ജോൺ ഷോർ ആണ് അല്ലെ. ജോൺ ഷോറിനെ എന്ത് ചെയ്തു? തുടർന്ന് ഇന്ത്യയുടെ ഗവർണർ ജനറലായി നിയമിക്കുകയാണ്. അദ്ദേഹം പ്രഭു കുടുംബാംഗം തന്നെ ആണ് കേട്ടോ. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കുന്നു ജോൺ ഷോർ. 1793 മുതൽ 1798 വരെ ജോൺ ഷോർ എന്ത് ചെയ്തു? ഇന്ത്യയില് ഗവർണർ ജനറലായി സേവനം ചെയ്തു. ജോൺ ഷോർ എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ ആത്മീയതയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഇപ്പോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിട്ട് അവിടെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമത വിഭാഗമാണ് ഉള്ളത്. എങ്കിലും ക്രിസ്തുമതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്രിസ്തുമത വിശ്വാസിയായ ജോൺ ഷോർ എന്ത് ചെയ്തു? വളരെ കൃത്യമായി പറഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങൾക്ക് ആണ് കൂടുതൽ പ്രാധാന്യം നൽകുക. ഇപ്പോഴും പ്രാർത്ഥന, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ. അതിന്റെ ഇടയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ് നികുതി സമ്പ്രദായത്തിന് തുടക്കം കുറിക്കാൻ നേതൃത്വം നൽകുന്നത്. ഓക്കെ. ഇടപെടാതിരിക്കൽ നയം സ്വീകരിച്ച ബംഗാൾ ഗവർണർ ജനറലാണ് ജോൺ ഷോർ പ്രഭു. ഇടപെടാതിരിക്കൽ നയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇടപെടില്ല. കാരണം ജോൺ ഷോർ ഇന്ത്യയുടെ ബംഗാളിലെ 3ാമത്തെ ഗവർണർ ജനറലാണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാ? വാറൻ ഹേസ്റ്റിങ്സ്. അദ്ദേഹം 1774 എന്ത് ചെയ്തു? ഒരു യുദ്ധത്തിൽ ഇടപെട്ടു അല്ലെ. ഏത് യുദ്ധത്തിലാണ് ഇടപെട്ടെന്ന് ഓർമ്മയുണ്ടോ? 1774 റോഹ്ല യുദ്ധത്തിൽ ഔദലെ നവാബും അഫ്ഗാനിലെ ഗിരിവർഗക്കാരും ഏറ്റുമുട്ടിയപ്പോ ഔദലെ നവാബിനെ ആര് സഹായിച്ചു? വാറൻ ഹേസ്റ്റിങ്സ് സഹായിച്ചു. അതിന്റെ പേരിലാണ് വാറൻ ഹേസ്റ്റിങ്സിനെ പിന്നെ എന്ത് ചെയ്തത്? ഇംപീച്ച്മെന്റ് ചെയ്തത്.
അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലൊന്നും ചാടാൻ ആർക്ക് താല്പര്യമില്ല? നമ്മുടെ ജോൺ ഷോറിന് താല്പര്യമില്ല. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുക? ഇടപെടാതിരിക്കൽ നയം സ്വീകരിച്ച ബംഗാൾ ഗവർണർ ജനറൽ. ഹൈദരാബാദ് നിസാമും മറാത്തരും ഏറ്റുമുട്ടിയ ഖുർദ യുദ്ധത്തിൽ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഇടപെട്ടില്ല. 1793 ഒന്നാം ചാർട്ടർ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കുമ്പോൾ ഇന്ത്യയിൽ സേവനം ചെയ്ത ഗവർണർ ജനറൽ ആരായിരുന്നു? ജോൺ ഷോർ ആയിരുന്നു. ഓക്കെ. 1793 ഇന്ത്യയിൽ സേവനം ചെയ്ത ജോൺ ഷോർ ആയിരുന്നു ഒന്നാം ചാർട്ടർ നിയമം പാസാക്കുമ്പോൾ. 1804 ഇദ്ദേഹം ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു. അപ്പൊ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി രൂപീകരിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 1804 ആണ്. അതിന്റെ ആദ്യ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് ആരായിരുന്നു? ജോൺ ഷോർ പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ത്യ ചരിത്രത്തിലും കേരള ചരിത്രത്തിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിതാണ്, ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവർത്തിക്കുവാൻ അനുമതി നൽകിയ ചാർട്ടർ നിയമം ഏതായിരുന്നു? ഉത്തരമായി PSC തന്നത് ഇങ്ങനെ തന്നെ, യാഥാർത്ഥ്യം അത് തന്നെ കേട്ടോ. 1813 രണ്ടാം ചാർട്ടർ നിയമം. 1813 രണ്ടാം ചാർട്ടർ നിയമം. ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കും. ഓക്കെ. ഈ 1813 രണ്ടാം ചാർട്ടർ നിയമം അനുസരിച്ച് യൂറോപ്യൻ മിഷണറിമാർ ഇന്ത്യയിൽ പ്രവർത്തിക്കാനായിട്ട് എത്തിച്ചേർന്നു. അവരുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ക്രിസ്തുമത പരിവർത്തനം ഒക്കെ തന്നെയാണ് ലക്ഷ്യം, അല്ലെ? ക്രിസ്തുമത പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഒരു വിദ്യാഭ്യാസം നൽകുന്നത്, ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് ഇടപെടലുകൾ നടത്തുക. അതിനു വേണ്ടിയിട്ട് കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ മിഷണറി വിഭാഗം ഏതായിരുന്നു? LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി. എവിടെ സേവനം ചെയ്തേ? തിരുവിതാംകൂറിൽ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ എന്ന് പറയാം. ഇനി മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ വടക്ക് ഭാഗത്തും കൊച്ചി രാജ്യത്തും സേവനം ചെയ്തത് ആരായിരുന്നു? CMS അഥവാ ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് നമ്മൾ പറയും. CMS അഥവാ ചർച്ച് മിഷൻ സൊസൈറ്റി. ശരിയല്ലേ? ഇനി വടക്കൻ കേരളത്തിൽ സേവനം ചെയ്തത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇവരൊക്കെ വരുന്നത് 1813 ചാർട്ടർ നിയമം അനുവദിച്ചത് കൊണ്ടാണ്. ആ ചാർട്ടർ നിയമത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ യൂറോപ്യൻ മിഷണറിമാരെ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട സംഘടനയായിരുന്നു ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി. ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ആവശ്യപ്രകാരമായിട്ടാണ് 1813 ചാർട്ടർ നിയമത്തിൽ എന്തുൾപ്പെടുത്തിയത്? ഇന്ത്യയിൽ യൂറോപ്യൻ മിഷണറിമാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചേക്കാം. 1804. അതിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ചോദിച്ചേക്കാം. ആരാണ്? ജോൺ ഷോർ പ്രഭു ആണ്. ആ ജോൺ ഷോർ പ്രഭു ഇന്ത്യയില് ഗവർണർ ജനറലായിട്ട് ബംഗാളിൽ സേവനം ചെയ്തത് എന്നാണ് 1793 മുതൽ 98 വരെയും. തീർന്നു. മനസ്സിലായോ? ഇതെല്ലാം കണക്റ്റഡാ. പണ്ടൊക്കെ PSC ഡയറക്റ്റ് ചോദ്യങ്ങളാ. ഇപ്പൊ എല്ലാം കണക്ട് ചെയ്താ ചോദിക്കണേ, അല്ലെ? സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ജോൺ ഷോർ പ്രഭുവിനെ കുറിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക എന്ന് തരും. അല്ല ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ എഴുതിയെന്ന് വരില്ല, അല്ലെ? സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഒരിക്കൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റിവിഷൻ ചെയ്താൽ മാത്രം മതി. ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റും. നോ പ്രോബ്ലം കേട്ടോ. യെസ്. ആദ്യ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, സമ്പൂർണ്ണമായിട്ട് പഠിക്കുന്നു. അപ്പൊ ജോൺ ഷോർ പ്രഭു കാലയളവ് 1793 മുതൽ 1798. ഇടപെടാതിരിക്കൽ നയം സ്വീകരിച്ച ബംഗാൾ ഗവർണർ ജനറൽ. ഹൈദരാബാദ് നിസാമും മറാത്തരും ഏറ്റുമുട്ടിയ ഖുർദ യുദ്ധത്തിൽ ഇടപെട്ടില്ല. 1793 ഒന്നാം ചാർട്ടർ നിയമം പാസാക്കിയപ്പോൾ ഇന്ത്യയില് ബംഗാളിൽ സേവനം ചെയ്ത ഗവർണർ ജനറൽ ജോൺ ഷോർ ആണ്. 1804 ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതും ആരെ തന്നെ? ജോൺ ഷോർ പ്രഭുവിനെ തന്നെ. അടുത്ത നമ്മൾ പഠിക്കുന്നു റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലയളവ് 1798 മുതൽ 1805 വരെ. റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായി കായികപരമായിട്ടല്ല, ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ച വ്യക്തിയായിരുന്നു റിച്ചാർഡ് വെല്ലസ്ലി. 1798 മുതൽ 1805 വരെ ഇന്ത്യയിൽ സേവനം ചെയ്തു. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി. ബംഗാൾ കടുവ എന്ന്
സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഇതുകൂടാതെ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നും മോർണിംഗ്ടൺ പ്രഭു എന്നും വിളിക്കാറുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നും മോർണിംഗ്ടൺ പ്രഭു എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് വിളിച്ചു? അക്ബർ എന്ന് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തിൽ ഭരണാധികാരിയാണ്, അല്ലെ? മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ ഭരണം തുടക്കം കുറിക്കാൻ കാരണക്കാരനായ ചക്രവർത്തി ബാബർ ആയിരുന്നു. ബാബറുടെ മകൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ബാബറുടെ മകൻ ഹുമയൂൺ ആയിരുന്നു, അല്ലെ? അദ്ദേഹത്തിന് ഇടയ്ക്ക് അധികാരമൊക്കെ നഷ്ടപ്പെട്ടു. ആ ഹുമയൂണിന്റെ മകനാണ് അക്ബർ. യഥാർത്ഥത്തിൽ മുഗൾ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചത് അക്ബർ ചക്രവർത്തിയായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചത് അക്ബർ ആയിരുന്നു. അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അക്ബർ എന്ന് റിച്ചാർഡ് വെല്ലസ്ലി വിളിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ച മനുഷ്യനാണ് ആര്? റിച്ചാർഡ് വെല്ലസ്ലി. അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ച ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹം അതിനുവേണ്ടി കായിക ബലമല്ല ഉപയോഗിച്ചിരുന്നത്, ബൗദ്ധികമായ പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഉപായം കണ്ടെത്തിയത്. അതാണ് 1798 സൈനിക സഹായ വ്യവസ്ഥിതി. സൈനിക സഹായ വ്യവസ്ഥിതി നിങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് പഠിപ്പിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ബംഗാളിന്റെ ആദ്യ ഗവർണർ ജനറൽ, അദ്ദേഹം ബംഗാളിന്റെ ഗവർണറായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു? ഒരു നയം കൊണ്ടുവന്നു. 1773 റിംഗ് ഫെൻസ് നയം. എന്താണ് ഈ റിംഗ് ഫെൻസ് നയം? ബ്രിട്ടീഷ് ആധിപത്യമുള്ള ഭൂപ്രദേശത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിന് പകരം അതിർത്തിയോട് ചേർന്ന് നിലകൊള്ളുന്ന അയൽ രാജ്യങ്ങൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തു. അതായത് തൊട്ടടുത്തുള്ള ആൾക്കാരെ ശത്രുവായി കാണുന്നതിന് പകരം സുഹൃത്തായി കണക്കാക്കി. മറ്റേതെങ്കിലും ശത്രുക്കൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്നതായിരുന്നു റിംഗ് ഫെൻസ് നയം എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു സമ്പ്രദായം തന്നെയാണെന്ത്? സൈനിക സഹായ വ്യവസ്ഥിതി. സൈനിക സഹായ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, അതിൽ ചെറിയ വ്യത്യാസം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോക്കിയേ, ബ്രിട്ടീഷുകാരുണ്ട്, പിന്നെ എ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമുണ്ട്, ബി എന്ന് പറയുന്ന നാട്ടുരാജ്യമുണ്ട്. ബ്രിട്ടീഷുകാര് ആദ്യം എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് നികുതി തരാനായിട്ട് ആവശ്യപ്പെടും. അതാണ് ആദ്യം ചെയ്യുന്നത്. അത് അംഗീകരിക്കുന്ന നാട്ടുരാജ്യം ആണെങ്കിൽ ബ്രിട്ടീഷുകാർ പറയും, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ നികുതി തരുന്നതിന് പകരമായി ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സൈനികരെ, ആയുധബലമുള്ള കൂടുതൽ പരിശീലനം ആർജിച്ച ഞങ്ങളുടെ സൈനികരെ നിങ്ങളുടെ നാട്ടുരാജ്യത്ത് വിന്യസിക്കാം. ഓക്കെ, ഞങ്ങളുടെ നാട്ടുരാജ്യത്ത് നിങ്ങളുടെ രാജ്യത്ത് വിന്യസിക്കാം. ഞങ്ങളുടെ സൈനികരെ നിങ്ങളുടെ രാജ്യത്ത് വിന്യസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കില്ല. ഇനി ഞങ്ങളുടെ സൈന്യവും നിങ്ങളുടെ രാജ്യത്തിന്റെ സൈന്യത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നിങ്ങളുടെ ശത്രു രാജ്യത്ത് നമുക്ക് പരാജയപ്പെടുത്താം. പക്ഷെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യം ബ്രിട്ടീഷുകാരുടേതാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തെ, ഉദാഹരണം എ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ സമീപിച്ച് പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ ഒരുക്കാം. ഓക്കെ, ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ ഒരുക്കാമെന്ന് പറയും. അതിനുവേണ്ടി സൈനികർ എന്ത് ചെയ്യും? ആ രാജ്യത്ത് വിന്യസിക്കും. കൂടാതെ ആ രാജ്യത്ത് നിന്നും ബ്രിട്ടീഷ് സേനയിലേക്ക് ഇന്ത്യക്കാരായ സൈനികരെ റിക്രൂട്ട് ചെയ്യും. അവരെയാണ് ശിപായികൾ എന്ന് വിളിക്കുക. അപ്പൊ ബ്രിട്ടീഷുകാരുമായി സുഹൃത്തുക്കളാകുന്ന രാജ്യത്തെ ജനങ്ങളെ ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ചേർക്കും. അപ്പൊ ചെലവ് കുറവാണ്. 2, ബ്രിട്ടീഷ് സൈനികരെ വിന്യസിക്കുന്നുണ്ട്. ആ രാജ്യം എന്ത് ചെയ്യും? ബ്രിട്ടീഷ് സൈനികർക്കുള്ള ചെലവ് കൊടുത്തോളും. കൂടാതെ എന്ത് കിട്ടും? നികുതിയായിട്ട് ബെനിഫിറ്റും കിട്ടും. ഒരു രാജ്യത്ത് ആക്രമിച്ച് കീഴടക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത്, ലാഭകരം എന്ത് തന്നെയാണ്? ഈ പരിപാടി തന്നെയാണ്. എന്നിട്ട് ഈ ഏത് രാജ്യത്തിനാണ് സഹായിച്ചത്? ഇപ്പൊ എ എന്ന് പറയുന്ന രാജ്യത്തെ സഹായിച്ചു എന്ന് കരുതുക. ആ രാജ്യത്തിന്റെ സൈന്യത്തെയും ബ്രിട്ടീഷ് സൈന്യത്തെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശത്രുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം എന്ത് ചെയ്യും? ബി എന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കും. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷുകാർ നേരിട്ട് ബി എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ എഫർട്ട് ഉണ്ട്, കൂടുതൽ സൈനികരെ വേണം. ഇത് എ എന്ന് പറയുന്ന രാജ്യത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ആക്രമിക്കുന്നതൊക്കെ ആര് ചെയ്തോളും? എ എന്ന് പറയുന്ന നാട്ടുരാജ്യം ചെയ്തോളും. കാരണം എന്താ?
ഈ നാട്ടുരാജ്യങ്ങൾക്ക് പ്രാദേശികമായി ഒരുപാട് ബലമുണ്ട്. ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ പോയി യുദ്ധം ചെയ്യുന്നതിനേക്കാളും പ്രാദേശിക നാട്ടുരാജ്യത്തെ കൈവശപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിജയം കരസ്ഥമാക്കാം. അപ്പോൾ എഫക്റ്റീവ്ലി ബ്രിട്ടീഷുകാർക്ക് ബി എന്ന നാട്ടുരാജ്യത്തെ കീഴടക്കാൻ നേരിട്ട് പോകുന്നതിനേക്കാൾ വളരെ ചിലവ് കുറവാണ് എയുടെ സഹായത്തോടു കൂടി പോകുന്നത്. ഇനി ഒടുവില് ഈ എ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ കൊണ്ട് പ്രയോജനം എന്നും ഇല്ല എന്ന സാഹചര്യം വരുമ്പോൾ ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യും? ആ രാജ്യത്ത് നിന്ന് റിക്രൂട്ട് ചെയ്ത് ബ്രിട്ടീഷ് പടയാളികളിലെ അവരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെയും കീഴ്പ്പെടുത്തും. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ചരിത്രം. അതാണ് പിന്നീട് ദത്തവകാശ നിരോധന നിയമത്തിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ തുടക്കമാണ് ഈ സൈനിക സഹായ വ്യവസ്ഥിതി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചത്? ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി എന്ന അർത്ഥത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയമായിട്ട് നമ്മൾ കണക്കാക്കാം. എ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ ബി എന്ന നാട്ടുരാജ്യത്തെയും വെറുതെ എന്ത് ചെയ്യുന്ന ഭിന്നിപ്പിക്കുന്നു. എന്നിട്ട് അവരെ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യും? ആര് ലാഭം കൊയ്യും? ബ്രിട്ടീഷുകാർ ലാഭം കൊയ്യും. ഇതാണ് പരിപാടി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 1798 സൈനിക സഹായ വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥിതിയുടെ ഉദ്ദേശ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥിതിയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹൈദരാബാദ് ആയിരുന്നു. 1798 റിച്ചാർഡ് വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു അടിസ്ഥാന നയം. ഇതില് ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഏതായിരുന്നടാ? ഹൈദരാബാദ് നാട്ടുരാജ്യമായിരുന്നു. ക്ലിയർ ആണേ? ഓക്കെ അല്ലേ? അടുത്ത് പറയട്ടെ. യെസ്, മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ റിച്ചാർഡ് വെല്ലസ്ലി കഴിഞ്ഞിട്ടില്ല കേട്ടോ. റിച്ചാർഡ് വെല്ലസ്ലി 1798 മുതൽ 1805 വരെ ഭരണം നടത്തി. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. മറ്റു വിശേഷണങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നും മോണിംഗ്ടൺ പ്രഭു എന്നും അറിയപ്പെടുന്നു. 1798 സൈനിക സഹായ വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആദ്യം ഒപ്പുവെച്ച നാട്ടുരാജ്യം ഹൈദരാബാദ്. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസാക്കി. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസാക്കി. 1800 ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയിൽ ആരംഭിച്ചു. ഇത് സ്ഥിരം PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ത്യയിൽ അത് ബ്രിട്ടീഷുകാരായിക്കോട്ടെ ഇന്ത്യക്കാരായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, ഇന്ത്യയിൽ ഒരു പത്രം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ പത്രത്തിൽ എന്തൊക്കെയാണ് പ്രസിദ്ധീകരിക്കേണ്ട മാറ്റർ, അത് ബ്രിട്ടീഷുകാരിൽ നിന്ന് അനുമതി വാങ്ങി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. നമ്മൾ സിനിമയുടെ സെൻസർഷിപ്പ് എന്ന് കേൾക്കാറില്ലേ? സിനിമയുടെ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സിനിമ ഷൂട്ട് ചെയ്ത് തയ്യാറാക്കി ഫൈനൽ എഡിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സെൻസർഷിപ്പിന് വേണ്ടി സമർപ്പിക്കണം അല്ലെ? സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രദർശിപ്പിക്കാൻ പറ്റത്തുള്ളൂ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അപ്പോ പത്രമാധ്യമങ്ങളിൽ എന്തെങ്കിലും വാർത്തകൾ പ്രസിദ്ധീകരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ കൂടി ആരിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങണം? യെസ്, ബ്രിട്ടീഷുകാരിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങണം എന്ന സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസ്സാക്കി. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേയധികം പത്രങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിക്കേണ്ടി വരും. നാട്ടുഭാഷാ പത്ര നിയമമുണ്ട്, പ്രതിരോധ നിയമമുണ്ട്, പത്ര നിയമമുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് അങ്ങനെ തന്നെ പഠിക്കണം. ഈ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പിന്നീട് ഒഴിവാക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കും? പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ ഈ നിയമം ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസ്സാക്കിയത് ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. ഈ 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് 1835 റദ്ദ് ചെയ്തത് ആരായിരുന്നു? ചാൾസ് മെറ്റ്കാഫ് പ്രഭുവാണ്. അതുകൊണ്ട് നമ്മൾ ചാൾസ് മെറ്റ്കാഫിനെയാണ് എന്തെന്ന് വിളിക്കുക? ലിബറേറ്റർ ഓഫ് ദി പ്രസ്, പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ആൾക്കാരെ വിളിക്കുന്നതിന് പ്രത്യേകിച്ച് ഓരോ അർത്ഥതലങ്ങളുണ്ട്, വെറുതെ പേരിട്ട് വിളിക്കുന്നതല്ല. നിങ്ങൾക്കറിയാം, പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ, ലിബറേറ്റർ ഓഫ് ദി പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. അതിന് കാരണം എന്താ? ചാൾസ് മെറ്റ്കാഫ്
1799 നടപ്പിലാക്കിയ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് റദ്ദ് ചെയ്തു എന്നതാണ്. ആ സെൻസർഷിപ്പ് പ്രസ് ആക്ട് പാസ്സാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ പേര് പറയണം? റിച്ചാർഡ് വെല്ലസ്ലിയുടെ പേര് പറയണം. ക്ലിയർ ആണ്? ഗഡ്. 1802 ശിശുഹത്യ നിരോധിച്ചു. ഈ ശിശുഹത്യ നിരോധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരും, സാറേ അത് വില്യം ബെന്റിക് പ്രഭു അല്ലേ? അല്ലടാ, വില്യം ബെന്റിക് പ്രഭു ബംഗാളിൽ നിരോധിച്ച രണ്ട് കാര്യങ്ങളാ. 1829 ഡിസംബർ 4 സതി നിരോധിച്ചു. 1829 തന്നെ ശൈശവ വിവാഹമാണ് അദ്ദേഹം നിരോധിച്ചത്. എന്താണ്? ശൈശവ വിവാഹം. അവിടെ ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ പോരാ, ശൈശവ വിവാഹം നിരോധിച്ചു. അതായത് 13 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹം നിരോധിച്ചു എന്നെടുത്ത് പറയണം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1929 വീണ്ടും ശൈശവ വിവാഹം നിരോധിച്ചു. അവിടെ ആൺകുട്ടികളുടെ വിവാഹപ്രായം 18ആയും പെൺകുട്ടികളുടെ വിവാഹപ്രായം 14ആയും നിശ്ചയിച്ചു. അപ്പോ ശൈശവ വിവാഹം പറയുമ്പോൾ ഉറപ്പായിട്ട് അതിന്റെ കൂടെ ഏജ് കൂടെ പറഞ്ഞേ നമ്മൾ പോകത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ തൽക്കാലം വില്യം ബെന്റിക് നിരോധിച്ചത് എന്തൊക്കെ? സതിയും ശൈശവ വിവാഹവുമാണ്. ശിശുഹത്യ നിരോധിച്ചത് ആരാണടാ? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഇത് വർഷം 1802. 1802 മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ബേസിക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചത് റിച്ചാർഡ് വെല്ലസ്ലി. അതുവരെ എന്ത് പ്രവിശ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ബംഗാൾ പ്രവിശ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1802 എന്ത് രൂപീകരിക്കുക? മദ്രാസ് പ്രവിശ്യ രൂപീകരിക്കുക. അപ്പോ ബോംബെ എപ്പോഴാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ചോദിക്കും അല്ലെ? ബോംബെ പ്രവിശ്യ രൂപീകരിച്ച 1818 നമ്മളത് പഠിക്കും. അടുത്ത ഭരണാധികാരികളെത്തും പഠിക്കും. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച പ്രവിശ്യ ബംഗാൾ പ്രവിശ്യയാണ്. 1765 അലഹാബാദ് ഉടമ്പടി പ്രകാരം ദിവാനി അധികാരത്തോടുകൂടി രൂപീകരിക്കപ്പെടുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ബംഗാൾ പ്രവിശ്യയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്ന ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. നമ്മൾ ആൾറെഡി പഠിച്ചു. മദ്രാസ് പ്രവിശ്യ മദ്രാസ് പ്രൊവിൻസ് രൂപീകരിക്കുന്നത് 1802 ആരുടെ കാലഘട്ടത്ത്? റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്ത്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഈ മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചെന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ഏകദേശം ഭൂപ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിലായി. അതുകൊണ്ട് പ്രത്യേക ഭരണസമിതി തന്നെ രൂപീകരിക്കുന്നതല്ലേ? അതെ, നമ്മൾ പഠിച്ചിരുന്നു 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ആ ടിപ്പു പരാജയപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് മൈസൂർ സാമ്രാജ്യത്തിന് കീഴിലുള്ള എല്ലാ ഭൂപ്രദേശങ്ങളും ആർക്ക് കിട്ടി? മൈസൂർ സാമ്രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതും അല്ലാതെ പൂർണ്ണമായി മൈസൂർ സാമ്രാജ്യത്തിനുള്ള എല്ലാ ഭൂപ്രദേശം ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അതുകൊണ്ടാണ് 1802 എന്ത് രൂപീകരിക്കുന്നത്? മദ്രാസ് പ്രവിശ്യ രൂപീകരിക്കുന്നത്. 1802 മദ്രാസ് പ്രവിശ്യ രൂപീകരിക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ മദ്രാസ് പ്രവിശ്യയിൽ പ്രധാനമായി ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങള് കർണാടകയും തഞ്ചാവൂരുമായിരുന്നു. അപ്പൊ കർണാടക, തഞ്ചാവൂർ എന്നീ ഭൂപ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് രൂപീകരിച്ചത്? മദ്രാസ് പ്രവിശ്യ രൂപീകരിക്കുക. 1803 മുതൽ 1805 വരെ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നു. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം ഏത് വർഷമാണ്? 1803 മുതൽ 1805 വരെ. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നമ്മൾ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം 1776 മുതൽ 1782 വരെ ആയിരുന്നു. ആരുടെ കാലഘട്ടത്ത്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്ത്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു എന്ത്? സാൽബായ് ഉടമ്പടി. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു എന്ത്? സാൽബായ് ഉടമ്പടി. അല്ലേ? ഓർമ്മ വന്നല്ലേ? യെസ്, ഓർമ്മ വന്നു. ഇവിടെ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം 1803 മുതൽ 1805 വരെ. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ വിജയിച്ചെന്നും പറയാൻ പറ്റില്ല, മറാത്ത സാമ്രാജ്യം വിജയിച്ചെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉടമ്പടിയൊന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് പറയാം. 1805 ഇദ്ദേഹം ഇവിടെ നിന്ന് തിരികെ പോയതോടുകൂടി ആ യുദ്ധം ഓട്ടോമാറ്റിക്കലി അവസാനിച്ചു എന്നാണ് യാഥാർത്ഥ്യം കേട്ടോ. പിന്നെ 1805 നമ്മുടെ കോൺവാലിസ് പ്രഭു ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നുവെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് തന്നെ മരിച്ചുപോയി അല്ലെ? അതുകൊണ്ട് നമ്മൾ അധികം പ്രാധാന്യം അതിന് കൊടുക്കുന്നില്ല. ആ യുദ്ധം സാധാരണഗതിയിൽ അവസാനിച്ചു എന്ന് പറയാം. ഇനി രണ്ടാം പഴശ്ശികലാപം നടന്നത് ആരുടെ കാലഘട്ടത്ത്? റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്ത് 1800 മുതൽ 1805 വരെ. ഇത് നമ്മൾ ആൾറെഡി പഠിച്ചു. നമ്മുടെ ആംഗ്ലോ മൈസൂർ യുദ്ധം പഠിച്ച സമയത്ത് ജസ്റ്റ് പറഞ്ഞിരുന്നു. പഴശ്ശികലാപം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കേരള ചരിത്രത്തിലേക്ക് പോകുമ്പോഴാണ് പഠിക്കുക. എങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി അതുകൂടെ ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രം. ഓക്കെ, മറക്കില്ലല്ലോ. യെസ്, അപ്പൊ റിച്ചാർഡ് വെല്ലസ്ലി പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? റിവിഷൻ ചെയ്യാം. റിച്ചാർഡ് വെല്ലസ്ലി 1798 മുതൽ 1805 വരെ ഭരണം നടത്തി.
ബംഗാൾ കടുവെന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ. മറ്റ് വിശേഷണങ്ങൾ: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നു, മോണിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്നു. 1798 സൈനിക സഹായ വ്യവസ്ഥിതിക്ക് തുടക്കം കുറിച്ചു. എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥിതി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. PSC അത് ചോദിക്കില്ല. PSC ചോദിക്കുമ്പോൾ ഭിന്നിപ്പിച്ച് പിരിക്കുക എന്ന നയത്തിൽ രൂപീകരിച്ച വ്യവസ്ഥിതി എന്താ? സൈനിക സഹായ വ്യവസ്ഥിതി. സൈനിക സഹായ വ്യവസ്ഥിതിയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യയിലെ നാട്ടുരാജ്യം ഹൈദരാബാദ് ആയിരുന്നു. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസാക്കി. ഈ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, വീണ്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. 1800 ഫോർട്ട് വില്യം കോളേജ് കൽക്കട്ടയിൽ ആരംഭിച്ചു. 1802 ശിശുഹത്യ നിരോധിച്ചു. 1802 മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചു. കർണാടക, തഞ്ചാവൂർ എന്നീ ഭൂപ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് മദ്രാസ് പ്രവിശ്യ രൂപീകരിക്കുന്നത്. 1803 മുതൽ 1805 വരെ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം. രണ്ടാം പഴശ്ശികലാപം 1800 മുതൽ 1805 വരെ നടന്നതും ആരുടെ കാലഘട്ടത്തിൽ തന്നെ? റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിൽ തന്നെ. റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ റിച്ചാർഡ് വെല്ലസ്ലി നമ്മളിവിടെ പഠിച്ചു പൂർത്തീകരിച്ചു. റിച്ചാർഡ് വെല്ലസ്ലിയെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായ ആർതർ വെല്ലസ്ലിയെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ മോശമല്ലേ? അല്ലെ? നമ്മൾ പറയുകയും ചെയ്തിരുന്നു അല്ലെ? ആർതർ വെല്ലസ്ലി അല്ലെ? യെസ്, ആർതർ വെല്ലസ്ലിയെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ, എങ്കിലും നമ്മൾ സ്ലൈഡിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിച്ചാർഡ് വെല്ലസ്ലിയുടെ സഹോദരനായിരുന്നു ആർതർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലിയാണ്. അദ്ദേഹം അതിശക്തനായ സൈനിക മേധാവിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന് വിളിക്കുക. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈനിക മേധാവി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈനിക മേധാവിയാണ്, ഗവർണർ ജനറൽ അല്ല. റിച്ചാർഡ് വെല്ലസ്ലി ഗവർണർ ജനറൽ. അദ്ദേഹത്തിന്റെ സഹോദരൻ ആർതർ വെല്ലസ്ലി ആരാണ്? സൈനിക മേധാവിയാണ്. ടിപ്പു, പഴശ്ശി, നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തി. ടിപ്പു, പഴശ്ശി, നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തിയ ഇന്ത്യയിലെ സൈനിക മേധാവിയായിരുന്നു ആർതർ വെല്ലസ്ലി. പിൽക്കാലത്ത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയും 1828 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു. കുറച്ചു കാലഘട്ടം മാത്രമേ സേവനം ചെയ്തിട്ടുള്ളൂ എങ്കിലും. അപ്പോ ആർതർ വെല്ലസ്ലി പ്രഭു റിച്ചാർഡ് വെല്ലസ്ലിയുടെ സഹോദരനാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈനിക മേധാവിയാണ്. ടിപ്പു, പഴശ്ശി, നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തി. അക്കാര്യമൊക്കെ ഞാൻ ആൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. അത് സ്ലൈഡിൽ നമുക്ക് പിന്നീട് ഉൾക്കൊള്ളിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് റിച്ചാർഡ് വെല്ലസ്ലി പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സേവനം ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈനിക മേധാവിയായ ആർതർ വെല്ലസ്ലിയെ കുറിച്ച് നമ്മളിവിടെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ക്ലിയർ? വളരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ശരിയല്ലേ? അപ്പൊ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ? പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ? യെസ്, നമ്മളിന്ന് ആരംഭിച്ചത് ഏതുതൊട്ടാണ്? കോൺവാലിസ് പ്രഭു തൊട്ടാണ് അല്ലെ? കോൺവാലിസ് പ്രഭു തൊട്ടാണ് നമ്മളിന്ന് പഠനം ആരംഭിച്ചത്. കോൺവാലിസ് പ്രഭുവിന്റെ കാലയളവ് 1786 മുതൽ 1793 വരെയും, കൂടാതെ 1805 ഇന്ത്യയിൽ ഗവർണർ ജനറലായി ബംഗാൾ പ്രവിശ്യയിൽ സേവനം ചെയ്തു. ഗവർണർ ജനറലായ ആദ്യത്തെ ബ്രിട്ടീഷ് കുടുംബാംഗമാണ്. അതിന്റെ അർത്ഥം വാറൻ ഹേസ്റ്റിങ്സ് പ്രഭു കുടുംബാംഗമാണോ? അല്ല. അപ്പൊ അദ്ദേഹത്തോടും പ്രഭു ചേർക്കാൻ പാടുണ്ടോ? ഇല്ല. അത് വാറൻ ഹേസ്റ്റിങ്സ്. ഇത് കോൺവാലിസ് പ്രഭു. കേട്ടോ? അപ്പൊ പ്രഭു എന്ന് പറഞ്ഞ പേരിനോടൊപ്പം ചേർക്കണോ? ചേർത്ത് തന്നെ പറയണം, ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും ഏർപ്പെടുത്തി, അഥവാ ദ്വിഭരണം വീണ്ടും ഏർപ്പെടുത്തി എന്ന് പറയാം. ദ്വിഭരണം ആദ്യമായി ഏർപ്പെടുത്തിയതാരാ? റോബർട്ട് ക്ലൈവ്. അത് ഒഴിവാക്കിയതാരാ? വാറൻ ഹേസ്റ്റിങ്സ്. വീണ്ടും ഏർപ്പെടുത്തിയതാരാ? കോൺവാലിസ് പ്രഭു. 1793 കോൺവാലിസ് കോഡ് രൂപീകരിച്ചു. അതായത് ജില്ലാ കോടതി, മുൻസിഫ് കോടതി എന്നിവ ആരംഭിച്ചു. അഥവാ നമുക്ക് പറയാം വിവിധ തലങ്ങളിൽ സിവിൽ കോടതികൾ ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവിയായി SP എന്ന തസ്തിക സൃഷ്ടിച്ചു. SP എന്ന് പറഞ്ഞാൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടർക്ക് അധികാരം നൽകി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാൻ ആർക്കാണ് അധികാരം? ജില്ലാ കളക്ടർക്ക്. ഈ കാര്യം തന്നെയല്ലേ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഇതിനെയല്ലേ ഉദ്യോഗസ്ഥ ഭരണം അല്ലെങ്കിൽ പൊതുഭരണമായിട്ട് നമ്മൾ വിലയിരുത്തുക? ജില്ലാതലത്തിലെ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ ഈ 3 കാറ്റഗറിയാണ്, ശരിയല്ലേ? നീതിന്യായം, റവന്യൂ, പിന്നെ ജുഡീഷ്യറി. അത്രയും. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ആധുനിക ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെ? കോൺവാലിസ് പ്രഭു. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. ബംഗാൾ പ്രവിശ്യയിലെ 10 വർഷത്തേക്ക് വേണ്ടിയുള്ള നികുതി കരാറാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുക.
അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു ജോൺ ഷോ. 10 വർഷത്തെ ദീർഘകാല നികുതി കരാർ ആയതുകൊണ്ട് അതിനെ പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ സെമീന്ദാർമാർ നികുതി പിരിക്കുന്നുണ്ട് സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നു. സെമീന്ദാർ എന്ന് പറഞ്ഞാൽ ജന്മി പോലുള്ള വ്യക്തികളാണ്, നമ്മൾ പഠിച്ചു അല്ലെ. 5 വർഷത്തേക്ക് വേണ്ടിയുള്ള സെമീന്ദാർ സമ്പ്രദായമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? 1772 കിൻകിനേൽ സമ്പ്രദായം എന്നറിയപ്പെടുക. അത് ഓർമ്മിക്കുക. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് കോൺവാലിസ്. പദവിയിലിരിക്കെ രാജിവെച്ച ആദ്യ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്, മറക്കരുത്. തുടർന്ന് ജോൺ ഷോ 1793 മുതൽ 1798 വരെ ഇടപെടാതിരിക്കൽ നയം സ്വീകരിച്ച ബംഗാൾ ഗവർണർ ജനറൽ. ഹൈദരാബാദ് നിസാമും മറാത്തരും ഏറ്റുമുട്ടിയ ഖുർദ യുദ്ധത്തിൽ ഇടപെട്ടില്ല. 1793 ഒന്നാം ചാർട്ടർ നിയമം പാസാക്കിയപ്പോൾ ബംഗാളിന്റെ ഗവർണർ ജനറൽ ജോൺ ഷോ പ്രഭു ആയിരുന്നു. 1804 ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് ആരായിരുന്നു? ജോൺ ഷോർ ആയിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു റിച്ചാർഡ് വെല്ലസ്ലി. 1798 മുതൽ 1805 വരെ ബംഗാളിന്റെ ഗവർണർ ജനറലായി സേവനം ചെയ്തു. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. എന്നാൽ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ആരാ? ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാരാ? സൗരവ് ഗാംഗുലി. എന്നാൽ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാരാ? മൻസൂർ അലിഖാൻ പട്ടോഡിയും. മൻസൂർ അലിഖാൻ പട്ടോഡിയും, മറക്കില്ല കേട്ടോ. വിശേഷണങ്ങൾ: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നും മോർണിംഗ്ടൺ പ്രഭു എന്നും അറിയപ്പെടുന്നു. 1798 സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ആദ്യ വ്യവസ്ഥിതിയാണ് സൈനിക സഹായ വ്യവസ്ഥിതി. വേറെയും ഭിന്നിപ്പിച്ച് ഭരിക്കുന്നുണ്ടോ? ഉണ്ട്. 1905 ബംഗാൾ വിഭജനവും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് നമ്മൾ പറയുക അല്ലെ. അപ്പൊ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ നയത്തിന്റെ ഭാഗമായ ആദ്യ വ്യവസ്ഥിതിയാണ് 1798 സൈനിക സഹായ വ്യവസ്ഥിതി. ഈ സൈനിക സഹായ വ്യവസ്ഥിതിയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഹൈദരാബാദ് ആണ്. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസാക്കി. 1800 ഫോർട്ട് വില്യം കോളേജ് ആരംഭിച്ചു കൽക്കട്ടയിൽ. 1802 ശിശുഹത്യ നിരോധിച്ചു. 1802 മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചു. എന്തൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്? കർണാടകയും തഞ്ചാവൂരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്. 1803 മുതൽ 1805 വരെ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നു. ഇന്ത്യയിലെ ബംഗാൾ പ്രവിശ്യയിലെ ഭരണാധികാരികളുടെ മാറ്റമൊക്കെ കാരണം അത് പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഇല്ലാതെ രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയാം. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. ഓക്കെ, മറക്കില്ലല്ലോ. പിന്നെ പറയുന്നു റിച്ചാർഡ് വെല്ലസ്ലിയുടെ സഹോദരനായ ആർതർ വെല്ലസ്ലിയെ കുറിച്ച്. ആർതർ വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലിയുടെ സഹോദരനാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലി തന്നെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈനിക മേധാവിയാണ്. ടിപ്പു, പഴശ്ശി, നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തിയ വ്യക്തിത്വം. 1822 അദ്ദേഹം പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തു. മറക്കില്ലല്ലോ, സിമ്പിൾ അല്ലേ? യെസ്. അപ്പോ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി അടുത്ത ഗവർണർ ജനറൽമാരെ കുറിച്ച് നമുക്ക് അടുത്ത് പഠിക്കാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഓരോ ദിവസം കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ആ ക്ലാസ്സിൽ അത്രയും വിശദീകരണം നൽകുക. നിങ്ങൾക്ക് അങ്ങനെ കഥ പോലെ പറയുമ്പോൾ അല്ലെങ്കിൽ ആ വിശദീകരണം നൽകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കുവാനായിട്ട് കഴിയും. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് തെറ്റിക്കാൻ സാധ്യത ഉണ്ടാവില്ല. നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. പക്ഷെ കുറച്ച് സമയം പിടിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ കുറച്ച് സമയം പിടിക്കുമെങ്കിലും ആധികാരികമായി നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവാം. അടുത്ത ഒരു കൂട്ടം ഗവർണർ ജനറൽമാരുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ബൈ.